റിപ്പോർട്ട് ബ്രേക്കിംഗ്. മുന്നണി മാറ്റത്തിൽ കേരള കോൺഗ്രസ് എമ്മിൽ സസ്പെൻസ്. എന്ത് തീരുമാനമെടുത്താലും ഒപ്പമുണ്ടാകുമെന്ന് ജോസ് കെ മാണിക്ക് 4 MLA-മാരുടെ ഉറപ്പ്. എം ജയരാജ്, സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, ജോബ് മൈക്കിൾ, പ്രമോദ് നാരായണൻ എന്നിവരാണ് ജോസ് കെ മാണിയെ നിലപാട് അറിയിച്ചിരിക്കുന്നത്. അതേസമയം LDF-ൽ തന്നെ തുടരണമെന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നിലപാട്. കേരള കോൺഗ്രസ് എം UDF-ലേക്ക് പോകാനുള്ള തീരുമാനമെടുത്താലും റോഷി അഗസ്റ്റിൻ LDF-ൽ തുടരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. റഹീസ് റഷീദിന്റെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളുമായി റഹീസ് റഷീദ്. സോണിയാഗാന്ധി ജോസ് കെ മാണിയെ വിളിച്ച് UDF-ൽ തിരികെ വരണമെന്ന് പറഞ്ഞു എന്ന് ചില വാർത്തകൾ വരുന്നുണ്ട്. അതിനിടയിൽ 4 കേരള കോൺഗ്രസ് മാണി MLA-മാർ ഇപ്പോൾ ജോസ് കെ മാണി എന്ത് നിലപാടെടുത്താലും ഒപ്പം നിൽക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ഒരു പിളർപ്പിനുള്ള സാധ്യതയാണോ? റോഷി അഗസ്റ്റിൻ LDF-ൽ തുടരുകയും ബാക്കി 4 പേർ UDF-ൽ പോവുകയും ചെയ്ത സാഹചര്യം തള്ളിക്കളയാൻ കഴിയുമോ? റാഹിസ് റഷീദ്, പുതിയ സാഹചര്യങ്ങൾ ഉരുത്തിരിയുകയാണോ? ഗുഡ് മോർണിംഗ് അരുൺ. കേരള കോൺഗ്രസ് എമ്മിന്റെ UDF മുന്നണി പ്രവേശനം യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്നതിന് തൊട്ടടുത്തെത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ. അതിന് മുന്നോടിയായാണ് 5 MLA-മാരോടും പാർട്ടി നേതൃത്വം നിലപാടുകൾ തേടിയത്. അതിൽ 4 പേർ കാഞ്ഞിരപ്പള്ളി MLA-യും ഗവൺമെന്റ് ചീഫ് വിപ്പുമായ പ്രൊഫസർ N ജയരാജ്, ഒപ്പം പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, ഒപ്പം ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിൾ, റാന്നി MLA പ്രമോദ് നാരായണൻ. ഈ 4 പേരും പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, പാർട്ടി ചെയർമാൻ എന്ത് തീരുമാനമാണ് എടുക്കുന്നത് ആ തീരുമാനത്തിനൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്ന മറുപടി കേരള കോൺഗ്രസ് എം നേതൃത്വത്തെ 4 MLA-മാരും അറിയിച്ചിരിക്കുന്നു. ഇതിൽ 2 MLA-മാർ കഴിഞ്ഞ ബുധനാഴ്ച റോഷി അഗസ്റ്റിന്റെ വീട്ടിൽ ചേർന്ന പാർലമെന്ററി കാര്യ യോഗത്തിൽ LDF വിട്ട് UDF-ൽ പോകണമെന്ന പരസ്യമായ നിലപാട് ആ യോഗത്തിൽ എടുത്ത ആളുകളാണ് 2 MLA-മാർ. ഒപ്പം മറ്റ് 2 MLA-മാർ കൂടി UDF-ലേക്ക് പോകാനുള്ള തീരുമാനം ജോസ് കെ മാണി എടുക്കുകയാണെങ്കിൽ ഒപ്പമുണ്ടാകും എന്ന മറുപടിയാണ് നൽകിയത്. പക്ഷേ ഇടുക്കി MLA-യും നിലവിൽ ജലവിഭവ വകുപ്പ് മന്ത്രിയുമായ റോഷി അഗസ്റ്റിൻ മുന്നണി മാറ്റത്തെ പൂർണ്ണമായും എതിർക്കുകയാണ്. ഈ സമയത്ത് മുന്നണി മാറുന്നത് രാഷ്ട്രീയ ആത്മഹത്യയായിരിക്കും, അധികാരത്തിന് വേണ്ടി മുന്നണി മാറി എന്ന തരത്തിലായിരിക്കും വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് LDF-ൽ ഉറച്ചു നിൽക്കണം എന്ന നിലപാട് റോഷി അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്നു. അതായത് കേരള കോൺഗ്രസിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ വളരും തോറും വളരുന്ന കേരള കോൺഗ്രസ് എം UDF-ലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ഒരു പിളർപ്പ് കൂടി കാണേണ്ടി വരും എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പ്രധാനപ്പെട്ട നേതാക്കളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് മുന്നണി മാറ്റം എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതിന്റെ അവസാന പടി എന്ന നിലയിലാണ് ഏതൊക്കെ MLA-മാർ, ഏതൊക്കെ നേതാക്കൾ ഞങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന ഒരു വിലയിരുത്തൽ, ഒരു ഉറപ്പ് പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ആലോചനകൾ, അങ്ങനെ ഒരു ഉറപ്പ് കിട്ടുന്ന ശ്രമങ്ങൾ നടക്കുന്നു. നിലവിൽ MLA-മാരുടെ മനസ്സറിയുകയാണ്. മനസ്സറിഞ്ഞപ്പോൾ 5-ൽ 4 MLA-മാരും ഒപ്പമുണ്ടാകും, കാര്യങ്ങൾ പോസിറ്റീവാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് നേതൃത്വത്തിന്റെ കയ്യിലേക്ക് UDF-ലേക്ക് പോകുന്ന കാര്യത്തിൽ പോസിറ്റീവാണ് എന്ന് തന്നെ മനസ്സിലാക്കുന്ന ചർച്ചകൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 1 വിജയസാധ്യത, 2 സഭാ സമ്മർദ്ദം. ഇത് രണ്ടും ജോസ് കെ മാണിക്ക് മേലുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വരുന്നൊരു വളരെ പ്രധാനപ്പെട്ട വിവരം, ഒരു പക്ഷേ ജോസ് കെ മാണി ജാഥ ക്യാപ്റ്റൻ ആകില്ല എന്നൊരു സൂചന കൂടി വരുന്നുണ്ട്. അതൊരു സാധ്യത മാത്രമാണ്. ഇപ്പോൾ LDF മധ്യമേഖല ജാഥ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ഒഴിവാകാൻ ജോസ് കെ മാണി തയ്യാറെടുക്കുന്നു എന്നൊരു സൂചന വരുന്നു. റാലി നയിക്കാൻ പ്രൊഫസർ N ജയരാജിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജോസ് കെ മാണി. ഇപ്പോൾ പ്രസാദ് കൂടിയുണ്ട്. പ്രസാദ്, വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. ലേബിയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഞാൻ ലേബിയിലേക്ക്. ലേബി, പ്രസാദ്, ജാഥ ക്യാപ്റ്റൻ ആവാൻ ജോസ് കെ മാണി ഇല്ലെങ്കിൽ അതിന് പല അർത്ഥമല്ല, ഒറ്റ അർത്ഥമേ ഉള്ളൂ എന്നുള്ളതാണ്. LDF-ൽ തുടരണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ വലിയ ആശയക്കുഴപ്പമാണെന്ന് പറയേണ്ടി വരും. കേരള കോൺഗ്രസ് എം UDF-ലേക്ക് എത്താനുള്ള സാധ്യത വീണ്ടും തെളിയുന്നു, ആ വഴി തെളിയുന്നു. 4 MLA-മാർ ഒപ്പം നിൽക്കും എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. റോഷി ഒഴികെ N ജയരാജ് ആയിരിക്കും മധ്യമേഖല ജാഥ അങ്ങനെയാണെങ്കിൽ നയിക്കുക. ഇന്നലെ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള സമരപരിപാടിയിൽ ജോസ് കെ മാണി വരാതിരുന്നത് യാദൃച്ഛികമല്ല എന്ന് വേണം കരുതാൻ. അങ്ങനെ കരുതാമോ? അരുൺ, അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം കഴിഞ്ഞ പ്രധാനപ്പെട്ട LDF യോഗങ്ങളിൽ ഉൾപ്പെടെ ജോസ് കെ മാണിയോ ബന്ധപ്പെട്ടവരോ പങ്കെടുക്കുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ജോസ് കെ മാണി ഈ ജാഥയുടെ ക്യാപ്റ്റനായി തീരുമാനിച്ചതിന് പിന്നാലെ
CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് അസൗകര്യം അറിയിച്ചു എന്നൊരു വിവരം നേരത്തെ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, അത് നിശ്ചയിക്കപ്പെട്ട പരിപാടികളാണ്, ഒഴിവാവാൻ പറ്റില്ല എന്ന് ജോസ് കെ മാണി MV ഗോവിന്ദനോട് സംസാരിച്ചതായാണ് വിവരം. അപ്പോൾ കർശനമായും ആ ജാഥയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞെങ്കിലും അതിനൊരു തീരുമാനമാകാതെ ആ സംഭാഷണം പിരിയുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്നലെയുള്ള പരിപാടിയിലും ജോസ് കെ മാണി പങ്കെടുത്തില്ല എന്നുള്ളതാണ് കൂടുതൽ ആ ഇടയാക്കിയത്. നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അരുൺ, നമ്മൾ തന്നെ നേരത്തെ വിശദമായി ചർച്ച ചെയ്തതാണ് ഇക്കാര്യം. ഇത്തവണ ജോസ് കെ മാണി UDF-ലേക്ക് പോകും എന്നൊരു കാര്യം ചർച്ച ചെയ്തതാണ്. അതിനിടയിൽ നേരത്തെ UDF-ലേക്ക് പോകാനുള്ള ഒരു നീക്കം നടത്തിയത് അത് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്, ജോസ് കെ മാണി വന്യജീവി ആക്രമണം തടയുന്നതിന് വേണ്ടി പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്ത് തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തത് ഓർമ്മയുണ്ട്. എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചു ചേർത്തുകൊണ്ടാണ് ആ മുഖ്യമന്ത്രിക്കുള്ള കത്ത് കൊടുക്കലും അതിനുശേഷമുള്ള പ്രതികരണവും എല്ലാം നമ്മൾ കണ്ടതാണ്. പിന്നീട് ജോസ് കെ മാണി ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്തു. ഒരു നിയമ ഭേദഗതിക്കുള്ള ശുപാർശ കൊടുത്തതോടുകൂടി ജോസ് കെ മാണിക്ക് മറ്റു വഴിയില്ലാതായി എന്നുള്ളതാണ് ആ വിഷയത്തിൽ മനസ്സിലാകുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യം, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു മാസത്തിനകം ഒരുപക്ഷെ 1.5 മാസത്തിനകം ഒരുപക്ഷെ പ്രഖ്യാപിച്ചേക്കും എന്നുള്ള സൂചന നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് ജോസ് കെ മാണി പോകുന്നത്. തൻ്റെ നേതൃത്വത്തിലുള്ള ജാഥ അത് താൻ നയിക്കില്ല, പകരം ജയരാജനെ ഏൽപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് മാറുമ്പോൾ രാഷ്ട്രീയമായി അതിൽ അർത്ഥം ഒന്നേ ഉള്ളൂ, ജോസ് കെ മാണി LDF വിടുന്നു എന്നുള്ളതാണ്, UDF-ലേക്ക് ചേക്കേറുന്നു എന്നുള്ളതാണ്. വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള തീരുമാനത്തിലേക്ക് കേരള കോൺഗ്രസ് M മാറുന്നു എന്നതാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മധ്യമേഖലയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന കേരള കോൺഗ്രസ് M-ന് LDF-ൽ വന്നതോടുകൂടി ആ ശക്തി നഷ്ടമാകുന്നു എന്നുള്ളതാണ് പൊതുവിൽ ജോസ് കെ മാണിയും അടുത്ത് നിൽക്കുന്നവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ LDF-ൽ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് UDF-ലേക്ക് പോവുകയാണ് എന്ന ചർച്ച നേരത്തെ തന്നെ സജീവമായിരുന്നുവെങ്കിലും ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ LDF 3 ജാഥകൾ തീരുമാനിക്കുന്നു. അതിലൊരു ജാഥ ക്യാപ്റ്റനായി ജോസ് കെ മാണിയെ തീരുമാനിക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് ജോസ് കെ മാണി വരുന്നുണ്ടെങ്കിൽ അരുൺ, ഉറപ്പായും അത് ഒരു സൂചന തന്നെയാണ്, UDF-ലേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചന. അതിനിടയിൽ ചർച്ചകൾ സജീവമായിരുന്നു UDF-മായി എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൻ്റെ വിവരവും വിശദാംശവും ചോദിക്കുമ്പോൾ ഒരിക്കലും LDF വിട്ടു പോകില്ല എന്നുള്ളതാണ് പലതവണ റിപ്പോർട്ടർ അടക്കമുള്ള മാധ്യമങ്ങളോട് ജോസ് കെ മാണി വിശദീകരിക്കുകയും ചെയ്തത്. പക്ഷേ ഈ ഒരു സാഹചര്യം അത് സംശയങ്ങൾക്ക് ഇടയാക്കുന്നതാണ്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ പങ്കെടുത്ത ഒരു പരിപാടിയിൽ, അതായത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഇന്നലെ പങ്കെടുത്ത പരിപാടിയിൽ ജോസ് കെ മാണി പങ്കെടുക്കാതിരുന്നപ്പോൾ തന്നെ ഒരു സൂചനകൾ ഉണ്ടായിരുന്നതാണ്. ഇനിയിപ്പോൾ ജാഥ ക്യാപ്റ്റൻ സ്ഥാനത്തേക്കും താൻ ഇല്ല എന്ന നിലപാട് ജോസ് കെ മാണി സ്വീകരിക്കുമ്പോൾ അത് ഉറപ്പിക്കാം അരുൺ, UDF-മായി ഒരു ചർച്ച നടക്കുന്നു. ഒരുപക്ഷെ UDF-ലേക്ക് പോകാനുള്ള നീക്കത്തിലേക്ക് ജോസ് കെ മാണിയും കൂട്ടരും എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.